മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുകയാണ്. ഇത്തവണ ദർശന രീതിയിൽ മാറ്റം വരുത്തുകയാണ്. 40 വർഷമായി തുടരുന്ന രീതിക്കാണ് മാറ്റം വരുന്നത്. അതായത് 18ാം പടി കഴിഞ്ഞ് തീർത്ഥാടകർക്ക് നേരിട്ട് ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, ബോർഡ് മെമ്പർ അജി മെമ്പർ ഉൾപ്പെടെയുള്ളവരുണ്ട്. പ്രസിഡന്റ് തന്നെ ചോദിക്കാം, പുതിയൊരു സിസ്റ്റമാണ്, അതൊന്ന് വിശദീകരിക്കുക. അതായത് ഇന്നുവരെ ഇവിടെ എത്തിയിരുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഭഗവാന്റെ തൊട്ട് മുന്നിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒരു 300 പേര് ഒരു മിനിറ്റിൽ കടന്നു പോകും. ആ സമയത്ത് ഏതാണ്ട് 3-4 മാക്സിമം 5 സെക്കൻഡ് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. 18ാം പടി കയറി ഒരു പുതിയ രീതിയിലേക്ക് നേരിട്ട് തൊഴിൽപ്പിക്കാനുള്ള ഒരു പുതിയ രീതി നമ്മൾ അവലംബിക്കുകയാണ്. അപ്പം ബലിക്കൽപുരയിൽ അതിന് തൊട്ട് മുമ്പ് ബലിക്കൽപുരയാണ്. ഈ ബലിക്കൽപുരയിൽ കൂടി കയറി ഇരുവശങ്ങളിലൂടെയും ഈ കാണിക്ക വഞ്ചിയുടെ ഇരുവശങ്ങളിലൂടെയും തിരിയും. ഇടതുവശത്തുകൂടി വരുന്നവർ ഒരു 5 മീറ്റർ സഞ്ചരിച്ച് നേരെ ഇടതുവശത്തേക്ക് പോകും. വലത് വശത്തുകൂടി കയറി വരുന്നവർ കുറച്ചുകൂടി മുന്നോട്ട് പോകും. അപ്പോൾ സിവിൽ ദർശനക്കാരും കൂടി അവിടെ വന്ന് ചേരും. അങ്ങനെ ഇടത്തോട്ട് തന്നെ പോകും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 20 മുതൽ 25 സെക്കൻഡ് വരെ ഒരു ഭക്തന് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ മുകളിൽ തന്നെ തീർത്ഥാടകർക്ക് അയ്യപ്പനെ ദർശനം ചെയ്തു ബലിക്കൽപുരയിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടും. അതുകൊണ്ട് ഒരു ഭക്തന് പോലും ഭഗവാന് ദർശനം കിട്ടാതെ പോകില്ല. അതാണ് ഈ പദ്ധതിയുടെ ഈ ഒരു ദർശന രീതിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. തീർത്ഥാടകർ കൂടുതൽ സൗകര്യപ്രദമാക്കുകയാണ് ദർശന സൗകര്യം, അങ്ങനെയാണ് പറയാം. പിന്നെ അത് ഞാൻ പറയുന്നത് എത്രയോ കാലമായ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ ആഗ്രഹമാണ്. അത് കത്ത് മുഖാന്തരവും പിന്നെ ഫോൺ മുഖാന്തരവും ഒക്കെ ഞങ്ങൾ എത്രയോ പേര് പരാതി പറഞ്ഞിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന ആളുകൾ ദർശനം കിട്ടാതെ കരഞ്ഞുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ കൂട്ടായ ചർച്ചയായിരുന്നു. കാരണം ഇതൊക്കെ ഒരു തന്ത്രിയുടെ പെർമിഷൻ വേണം, കോടതിയുടെ പെർമിഷൻ വേണം, സർക്കാരുമായിട്ട് ആലോചിക്കണം. അങ്ങനെ എല്ലാവരുമായിട്ടും ആലോചിച്ച് ഒരു ഉചിതമായ സമയത്ത് ഈ തീരുമാനത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ചോദിക്കാം അങ്ങയുടെ ഒരു ചോദ്യം. അതായത് ഈ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം പരാതിരഹിതമായി മുമ്പോട്ട് പോയി. അത്തരമൊരു അനുഭവം തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരമൊരു മാറ്റം വരുത്താനുള്ള ഒരു കോൺഫിഡൻസ് നൽകുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ മണ്ഡല മകരവിളക്കാലത്ത് ഗവൺമെൻറ്റിൻ്റെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും അയ്യപ്പ ഭക്തന്മാരുടെയും എല്ലാം കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ പരാതിരഹിതമായി ചരിത്ര സംഭവമായി നമ്മുടെ മണ്ഡല മകരവിളക്കാലം കഴിഞ്ഞു. അവിടെ എല്ലാവരുടെയും പിന്തുണ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ 4 പതിറ്റാണ്ട് കാലത്ത് സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. വിജയകരമാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഒരു പിന്തുണ എങ്ങനെയാണ്? ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ ഊർജ്ജവും പ്രചോദനവുമായി മാറുകയാണ്. നമ്മൾ ഏത് കാര്യം അദ്ദേഹത്തോട് ആലോചിച്ചാലും പോസിറ്റീവ് മൈൻഡോടുകൂടി മുന്നോട്ട് പോകൂ എന്ന് ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനം നൽകുന്നൊരു മന്ത്രിയാണുള്ളത്. ആ മന്ത്രിയുമായി ദേവസ്വം വകുപ്പ് മന്ത്രിയുമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. എന്തായാലും ഇത് ട്രയൽ കഴിഞ്ഞ് ഉദ്ഘാടനം അതേവിടെ വരും. വിഷുപൂജയ്ക്ക് അദ്ദേഹത്തിൻ്റെയും കൂടി സാന്നിധ്യത്തിലായിരിക്കും ഇത് പൂർണ്ണമായും നടപ്പിലാക്കുക. നട തുറക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. എന്തായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുവാണ്. തുടർന്ന് വിജയിച്ചാൽ തുടർന്ന് നടപ്പാക്കുമെന്നാണ് ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുളമോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, ശബരിമല സന്നിധാനം.